Very good morning to everyone and welcome to today's lecture. In the last lectures, we have seen the different kinds of linear wave shaping circuits. That is RC low pass filter, RC high pass filter, RC differentiator, and RC integrator. So, those circuits are all linear wave shaping circuits. So in this class we are going to see about the non-linear wave shaping circuits like clipper circuit and clamper circuits. So today we are going to discuss about the clipper circuit. So what is generally mean by a clipper? So a diode clipper is also known as a diode limiter is a wave shaping circuit. That we all know that a diode is the clipper is a diode limiter or a voltage limiter, and it is a non-linear wave shaping circuit. And the clipper, it takes an input waveform and clips or cuts off its top half, bottom half, or both half together to produce an output waveform. So a clipper എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയോഡ് ലിമിറ്റർ ആണ്. ഡയോഡ് ലിമിറ്റർ എന്ന് പറഞ്ഞാൽ we will be using in clipper, we will be using a diode and resistor mainly. ആൻഡ് ഡയോഡ് ലിമിറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വോൾട്ടേജ് ഇൻപുട്ട് നമ്മളൊരു വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ നമുക്ക് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള വോൾട്ടേജിലുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. സോ ഇറ്റ് ഈസ് കോൾഡ് എസ് എ ഡയോഡ് ലിമിറ്റർ ആൻഡ് ഇറ്റ് ഈസ് എ നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്. ആൻഡ് when a input waveform is given to a clipper circuit, it can cut its top half. മുകൾ ഭാഗത്തെ ഹാഫ് കട്ട് ചെയ്യാൻ പറ്റും, ബോട്ടം ഹാഫ് കട്ട് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ രണ്ട് ഹാഫും ടോപ്പ് ഹാഫും ബോട്ടം ഹാഫും രണ്ടും കൂടി കട്ട് ചെയ്തിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് വേവ് ഫോം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ അതാണ് ഒരു ക്ലിപ്പർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ. So and also the clipper circuit prevents the output waveform from exceeding certain level, and the same time it does not distort the remaining part of the waveform. അതായത് ഇപ്പോൾ നമ്മളൊരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് വേവ്ഫോം നമ്മളൊരു ഇൻപുട്ട് വേവ്ഫോം കൊടുക്കുകയാണ്, പക്ഷേ ഔട്ട്പുട്ട് വേവ്ഫോം ഒരു സർട്ടൈൻ ലെവലിനെക്കാളും എക്സീഡ് ചെയ്യാൻ പാടില്ല എന്നുണ്ടെങ്കിൽ, ആൻഡ് ഓൾസോ ഇറ്റ് ഷുഡ് നോട്ട് ഡിസ്റ്റോർട്ട് ദ അതർ പോർഷൻസ് ഓഫ് ദ വേവ്ഫോം. റിമൈനിങ് പാർട്ട് ഓഫ് ദ വേവ് ഫോം ഡിസ്റ്റോർട്ട് ചെയ്യാതെ ഒരു പർട്ടിക്കുലർ വോൾട്ടേജിനെക്കാളും എക്സീഡ് ചെയ്ത് പോവാതെയും യൂസ് ചെയ്യേണ്ട സർക്യൂട്ട്സിൽ നമ്മൾ ഈ ക്ലിപ്പർ സർക്യൂട്ട്സ് യൂസ് ചെയ്യും. സോ ക്ലിപ്പർ സർക്യൂട്ട്സ് പ്രിവെൻറ്റ്സ് ദ ഔട്ട്പുട്ട് വേവ് ഫോം from exceeding certain level, and the same time it does not distort the remaining part of the waveform. അതായത് നമുക്ക് കട്ട് ചെയ്യേണ്ട ഭാഗം കട്ട് ചെയ്തിട്ട് റിമൈനിങ് പാർട്ട് നമുക്ക് അതേപോലെ ഡിസ്റ്റോർഷൻ ഇല്ലാതെ നമുക്ക് കിട്ടും in case of a clipper circuit. So this clipper circuit is mainly used in over voltage protection circuit to prevent the circuit from high voltage spike. High voltage spike ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ സർക്യൂട്ടിലുള്ള വോൾട്ടേജിനെ ഒരു പർട്ടിക്കുലർ ലെവലിൽ ലിമിറ്റ് ചെയ്ത് പ്രിവെന്റ് ചെയ്യും ആര്, ഈ ക്ലിപ്പർ സർക്യൂട്ട് എന്ന് പറഞ്ഞ്. സോ ഐ ടോൾഡ് ജനറലി എ ക്ലിപ്പർ സർക്യൂട്ട് മീൻസ് ഇറ്റ് വിൽ ബി ഹാവിങ് എ ഡയോഡ് ആൻഡ് എ റെസിസ്റ്റർ. ഒരു ഡയോഡും റെസിസ്റ്ററും വെച്ചിട്ടാണ് നോർമലി നമ്മൾ ഒരു ക്ലിപ്പർ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുക. വി നോ ദാറ്റ് എ ഡയോഡ്, this is the symbol of a diode, and this part is known as anode and this part is known as cathode. Okay, രണ്ട് ടെർമിനൽ ഉണ്ട്. One terminal is, this terminal is called as anode and this terminal is called as cathode, and also we will be having a resistor. And one important point you have to note down, like if anode of a diode is positive with respect to cathode, anode എന്ന് പറയുന്നത് കാത്തോഡിന് വിത്ത് റെസ്പെക്ട് ടു പോസിറ്റീവ് ആണെങ്കിൽ ദാറ്റ് ഡയോഡ് വിൽ ബി ഫോർവേഡ് ബയാസ്. ആ ഡയോഡ് എന്തായിരിക്കും, ഫോർവേഡ് ബയസ് ആയിരിക്കും. അതായത് ആനോഡ് കാത്തോഡിനേക്കാളും പോസിറ്റീവ് ആണെങ്കിൽ, ഓക്കെ, diode will be forward bias. And also if anode is negative with respect to cathode ആണെങ്കിൽ diode will be reverse bias. anode നെഗറ്റീവ്, കാത്തോഡ് പോസിറ്റീവ് ആണെങ്കിൽ എന്താണ്, ആ ഡയോഡ് വിൽ ബി റിവേഴ്സ് ബയാസ്. ആനോഡ് പോസിറ്റീവും കാത്തോഡ് നെഗറ്റീവ് ആണെങ്കിൽ ഡയോഡ് ഫോർവേഡ് ബയാസ്. വിത്ത് റെസ്പെക്ട് ടു ആണ് ആനോഡും കാത്തോഡും. ഓക്കെ,
So ഈ ഒരു കണ്ടീഷൻസ് ആലോചിച്ച് വെക്കുക. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. വെൻ ആനോഡ് ഈസ് പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു കാത്തോഡ്, ഡയോഡ് ഈസ് കോൾഡ് ആസ് ഫോർവേഡ് ബയസ് diode. If anode is negative with respect to cathode, diode is called as reverse bias. And also anode കാത്തോഡും ഈ ഏത് ഭാഗത്താണ് വരുന്നതെന്നുള്ള ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, സോ ജനറൽ ക്ലിപ്പർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഒരു ഹാഫ് വേവ് റെക്ടിഫയർ പറയാം. ഓക്കെ, ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൽ എങ്ങനെയാണ്, നമ്മളൊരു ഇൻപുട്ട് ആയിട്ട് ഒരു സൈൻ വേവ് കൊടുത്തു, അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നു, ആ ഔട്ട്പുട്ടിൽ ഒരു പോർഷൻ ക്ലിപ്പ് ചെയ്ത് വരികയാണ്, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇതാണ് ബ്ലോക്ക് ഡയഗ്രാം. ദിസ് ഈസ് ദ സർക്യൂട്ട് ഓഫ് എൻ ഹാഫ് വേ റെക്ടിഫയർ. ഹിയർ റെക്ടിഫയർ ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റർ. A diode is connected in series with the resistor, and output is taken across the resistance RL. Okay, output ഇവിടെ RL നെ across ആണ് നമ്മൾ എടുക്കുന്നത്. So input നമ്മൾ ഒരു സൈൻ വേവ് കൊടുത്തു. So പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഇവിടെ എന്ത് സംഭവിക്കും? In case of positive half cycle ഇവിടെ എന്താ സംഭവിക്കുന്നത്? Diode will be forward bias. അതായത് ഇതെന്താ, ഈ ഒരു ടെർമിൽ ഈ നെഗറ്റീവ്, ഈ കാത്തോഡ് എന്ന് പറയുന്നത് ഇവിടെ എന്താ, നമ്മൾ ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ കാത്തോഡിലുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ 0 ആയിരിക്കും അല്ലേ. ഇവിടെ നമ്മൾ ഗ്രൗണ്ട് ആണ് ചെയ്യുക, അപ്പം കാത്തോഡിലെ വോൾട്ടേജ് 0 ആണ്. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ആദ്യം 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 0 എന്ന് കൂടി വരികയാണ്. അപ്പം ഇനീഷ്യലി 0, ഇവിടെയുള്ള വോൾട്ടേജ് 0 ആണ്, ഇപ്പുറമുള്ള 0 ആണ്, ഡയോഡ് ഫോർവേഡ് ബയസ് അല്ല. സോ അതിനുശേഷം എന്താ, 0 കഴിഞ്ഞിട്ട് 0.1, 0.2 ഐഡിയൽ കേസാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്, പ്രാക്ടിക്കൽ കേസ് അല്ല, ഐഡിയൽ കേസ്. അപ്പോൾ ഡയോഡിനെ ക്രോസ് ഡ്രോപ്പ് ഒന്നും ഉണ്ടാവില്ല എന്ന് അസ്യൂം ചെയ്യാം. സോ 0യിൽ നിന്ന് 0.1 വോൾട്ടേജ് ആയി, 0.1 വോൾട്ടേജ് ആയി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ 0.1ഉം ഇവിടെ 0 ആണ് ഉള്ളത്. അതായത് ആനോഡ് 0.1ഉം കാത്തോഡ് 0. സോ ആനോഡ് ഈസ് പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു കാത്തോഡ്. ആ സമയത്ത് എന്താ, ഡയോഡ് ഫോർവേഡ് ബയസ് ആവും. അപ്പോൾ ഈ ഡയോഡ് എന്ത് സംഭവിക്കും, ഇറ്റ് വിൽ ബി ആക്ട് ആസ് എൻ ഷോർട്ട് സർക്യൂട്ട്. ഇതൊരു ഷോർട്ട് സർക്യൂട്ട് പോലെ ആക്ട് ചെയ്യും. അപ്പോൾ എന്താ, ഫ്ലോ മീൻസ് എന്താ, ഇവിടെയുള്ള വോൾട്ടേജ് ഇവിടെ നമുക്ക് ഔട്ട്പുട്ടിലേക്ക് കിട്ടും. സോ എന്താ, ആ ഒരു കേസിൽ ഫോർവേഡ് ബയസ് ആവുന്ന സമയത്ത് എന്താ, നമുക്ക് ഔട്ട്പുട്ടിൽ വേവ് ഫോം അതേപടി കിട്ടും. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ പിന്നെ അത് കൂടി എത്ര വോൾട്ടേജ് കൂടി കഴിഞ്ഞാൽ എന്താ, ഇവിടെ നമുക്ക് 0 വോൾട്ടേജ് ആണുള്ളത് അല്ലേ, ഗ്രൗണ്ട് ടെർമിനലാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ കാത്തോഡ് സൈഡിൽ. അപ്പോൾ എന്താ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ട് അത് പാസ് ചെയ്ത് ഇവിടെ വരും. ഓക്കെ, ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ, അപ്പോൾ അതായത് ഇവിടെ 0 എത്തി, ഇവിടെ നമുക്ക് 0 എത്തില്ല പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞിട്ടുണ്ടാ -0.1, ഇവിടെ -0.1 ആയി, ഇവിടെ നമുക്കറിയാം 0 ആണ് പൊട്ടൻഷ്യൽ. കാത്തോഡിൽ 0ഉം ആനോഡിൽ -0.1 ആയി കഴിഞ്ഞാൽ, അതായത് അപ്പോൾ എന്ത് പറ്റും, ആനോഡ് ഈസ് നെഗറ്റീവ് വിത്ത് റെസ്പെക്ട് ടു കാത്തോഡായി, ആനോഡ് നെഗറ്റീവ് വിത്ത് റെസ്പെക്ട് ടു കാത്തോഡായി ആ കണ്ടീഷനിൽ. അങ്ങനെ വരുമ്പോൾ എന്താ, ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല, ഡയോഡ് വിൽ ആക്ട് ആസ് എൻ ഓപ്പൺ സർക്യൂട്ട്. ഡയോഡ് വിൽ ബി റിവേഴ്സ് ബയസ് ആൻഡ് ഇറ്റ് വിൽ ആക്ട് ആസ് എൻ ഓപ്പൺ സർക്യൂട്ട്. അപ്പോൾ എന്താ, ഇവിടെയുള്ള ഇൻപുട്ട് ഒന്നും നമുക്ക് ഔട്ട്പുട്ടിലേക്ക് കിട്ടില്ല. സോ എന്താ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ക്ലിപ്പ് ചെയ്ത് പോകും. സോ ദിസ് ഈസ് എ ജനറൽ example of a clipper circuit, that is half wave rectifier, and also that explanation also clear, I think. Okay, അത് കഴിഞ്ഞിട്ട് ഇനി ഈ ഒരു കണ്ടീഷൻ നമ്മൾ ഓർത്ത് വെക്കുക. when diode is forward biased, circuit act as a closed switch or on state. അതായത് ഡയോഡ് ഫോർവേഡ് ബയാസ് ആവുന്ന സമയത്ത്, ഡയോഡ് ഫോർവേഡ് ബയാസ് ആവുന്ന പറഞ്ഞാൽ ആനോഡ് പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു കാത്തോഡ്, ആ സമയത്ത് എന്ത് സംഭവിക്കും, ദ സർക്യൂട്ട് ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. സർക്യൂട്ട് ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഈ ഡയോഡ് ഇക്വലന്റ് ആയിട്ട് നമുക്ക് എങ്ങനെ വരക്കാൻ പറ്റും, ഇങ്ങനെ ഒരു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് നമുക്ക് വരക്കാൻ പറ്റും. ആൻഡ് വെൻ ഡയോഡ് ഈസ് റിവേഴ്സ് ബയാസ്, ഡയോഡ് റിവേഴ്സ് ബയാസ് ആവുന്ന സമയത്ത് ഇറ്റ് ആക്ട് ആസ് എൻ ഓപ്പൺ സ്വിച്ച്. റിവേഴ്സ് ബയാസ് ആവുന്ന സമയത്ത് എന്താ, ഇറ്റ് വിൽ ബി ആക്ട് ആസ് എൻ ഓപ്പൺ സ്വിച്ച്. റിവേഴ്സ് ബയാസ് ആവുന്ന സമയത്ത് ഓപ്പൺ സ്വിച്ച് ആയിട്ട് ഈ ഡയോഡ് ആക്ട് ചെയ്യും. ഓക്കെ, അതുപോലെ ഫോർവേഡ് ബയാസ് ആവുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ആക്ടിങ് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. സോ ഇതൊന്ന് മനസ്സിൽ വെക്കുക. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള മേജർ സർക്യൂട്ട്സ്, ക്ലിപ്പറിന്റെ ബാക്കി സർക്യൂട്ട്സ് ഒക്കെ പഠിക്കും. സോ നമുക്ക് ഇനി ക്ലിപ്പറിനെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, ബേസ്ഡ് ഓൺ ദ പോർഷൻ ഓഫ് വേവ് ഫോം ക്ലിപ്ഡ്. വേവ് ഫോമിന്റെ ഏത് പോർഷനാണ് ക്ലിപ്പ് ചെയ്തതിനനുസരിച്ചിട്ട് നമുക്കതിനെ പോസിറ്റീവ് ക്ലിപ്പർ എന്നും നെഗറ്റീവ് ക്ലിപ്പർ എന്നും വിളിക്കാം. അതായത് ഒരു ഇൻപുട്ട് സൈൻ വേവ് നമുക്ക് വന്നു, അതിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കട്ട് ചെയ്ത് പോകുന്നതാണെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവ് ക്ലിപ്പർ എന്ന് വിളിക്കും. സോ
If positive half cycle of the input waveform is clipped means it is called as a positive clipper, and negative half cycle of the waveform is clipped means it is called as a negative clipper. Negative half cycle ആണ് clip ചെയ്ത് പോകുന്നെങ്കിൽ അതിനെ negative clipper എന്നും, positive half cycle ആണ് clip ചെയ്ത് പോകുന്നെങ്കിൽ അതിനെ positive clipper എന്നും വിളിക്കും. So based on the portion of waveform clipped we can classify into positive clipper and negative clipper. Okay, ഇത് clear അല്ലേ? Positive half cycle clip ആവുന്നു, negative half cycle clip ആവുന്നു. Okay, and the second one is series clipper and parallel clipper. എന്താണ് ഈ സീരീസ് ക്ലിപ്പറും പാരലൽ ക്ലിപ്പറും? ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് ഡയോഡ്. ഈ വെച്ചിരിക്കുന്ന ഡയോഡിന്റെ പൊസിഷൻ അനുസരിച്ചിട്ട് നമുക്ക് ക്ലിപ്പറിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് സീരീസ് ക്ലിപ്പർ ആൻഡ് പാരലൽ ക്ലിപ്പർ. അല്ലെ പാരലൽ ക്ലിപ്പർ ഈസ് ഓൾസോ കോൾഡ് എസ് ഷണ്ട് ക്ലിപ്പർ. അതായത് സീരീസ് ക്ലിപ്പർ അല്ലെ ഷണ്ട് ക്ലിപ്പർ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ഡയോഡ് പൊസിഷൻ എങ്ങനെയാണ് വേണ്ടത്? ഇഫ് ഡയോഡ് ഈസ് ഇൻ സീരീസ് വിത്ത് ഔട്ട്പുട്ട്, ഇവിടെയാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഡയോഡ് ഔട്ട്പുട്ടിന് അക്രോസ് സീരീസ് ആയിട്ടാണ് ഉള്ളതെങ്കിൽ ഇറ്റ് ഈസ് എ സീരീസ് ക്ലിപ്പർ. ഇഫ് ഡയോഡ് ഈസ് പ്ലേസ്ഡ് പാരലൽ ടു ദ ഔട്ട്പുട്ട്, അതായത് ഇഫ് ഡയോഡ് ഈസ് പ്ലേസ്ഡ് പാരലൽ, ഔട്ട്പുട്ടിന് പാരലൽ ആയിട്ടാണ് ഡയോഡ് പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ the circuit is called as a parallel clipper or a shunt clipper. Okay, ഇപ്പോൾ രണ്ട് ക്ലാസിഫിക്കേഷൻ മനസ്സിലായല്ലോ. based on the portion of waveform clipped, positive clipper and negative clipper. Okay, and based on the location or placing of diode we can classify into two, series clipper and parallel clipper. If diode here diode used in this clipper circuit is placed series with output, then it is called as a series clipper. And if diode placed parallel to the output voltage, അതായത് ഔട്ട്പുട്ട് വോൾട്ടേജിന് പാരലൽ ആയിട്ട് നമ്മൾ ഡയോഡ് പ്ലേസ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇൻ എ ക്ലിപ്പർ സർക്യൂട്ട് ഇറ്റ് ഈസ് കോൾഡ് ആസ് എ പാരലൽ ക്ലിപ്പർ സർക്യൂട്ട്. ഓക്കെ, സോ ഈ ക്ലാസിഫിക്കേഷൻ, സോ ഈ രണ്ട് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്ലിപ്പർ സർക്യൂട്ട്സ് പറയുകയാണെങ്കിൽ സീരീസ് പോസിറ്റീവ് ക്ലിപ്പർ, അതായത് നമ്മളിപ്പം പറഞ്ഞല്ലോ എന്താണ് സീരീസ് ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് എന്താ ഡയോഡിന്, ഔട്ട്പുട്ട് ഡയോഡിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനെ സീരീസ് ക്ലിപ്പർ എന്ന് പറയും. ആ ഒരു സീരീസ് ക്ലിപ്പറിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ക്ലിപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെ സീരീസ് പോസിറ്റീവ് ക്ലിപ്പർ എന്ന് വിളിക്കും. ദെൻ ഷണ്ട് പോസിറ്റീവ് ക്ലിപ്പർ. ഷണ്ട് പോസിറ്റീവ് ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് എടുക്കുന്നത് ഡയോഡിന് അക്രോസ് ആണ്, അതൊരു പോസിറ്റീവ് ക്ലിപ്പറും കൂടിയാണെങ്കിൽ അതിനെ ഷണ്ട് പോസിറ്റീവ് ക്ലിപ്പർ എന്ന് വിളിക്കുന്നു. ദെൻ സീരീസ് നെഗറ്റീവ് ക്ലിപ്പർ, അതായത് ഔട്ട്പുട്ട് നമ്മൾ ഡയോഡിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും, ആ ക്ലിപ്പറിന്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ക്ലിപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെ സീരീസ് നെഗറ്റീവ് ക്ലിപ്പർ എന്ന് വിളിക്കുന്നു. ദെൻ ഷണ്ട് നെഗറ്റീവ് ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ അതായത് ഔട്ട്പുട്ട് ഡയോഡിന് പാരലൽ ആയിട്ട് എടുക്കുകയും ആ ക്ലിപ്പറിന്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ അതിനെ ഷണ്ട് നെഗറ്റീവ് ക്ലിപ്പർ എന്ന് വിളിക്കുന്നു. സോ നെക്സ്റ്റ് വൺ ഈസ് ബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പർ. ബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പറിൽ നമ്മുടെ നോർമലി ഒരു ക്ലിപ്പറിൽ എന്താ, നമ്മളൊരു ഡയോഡും റെസിസ്റ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് വിൽ ബി യൂസിങ് എ ബാറ്ററി. ഓക്കെ, സോ ബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പർ ഇസ് എ പോസിറ്റീവ് ക്ലിപ്പർ അലോങ് വിത്ത് എ ബാറ്ററി. ഒരു ബാറ്ററിയും കൂടിയുണ്ട്, അതിനനുസരിച്ചിട്ട് അത് കട്ട് ചെയ്യുന്ന വേവ് ഫോം മാറി മാറി വരും. അത് നമുക്ക് കാണാം, അത് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം. ദെൻ ബയാസ്ഡ് നെഗറ്റീവ് ക്ലിപ്പർ. സോ ഇൻ ബയാസ്ഡ് നെഗറ്റീവ് ക്ലിപ്പർ ഇറ്റ് ഈസ് എ നെഗറ്റീവ് ക്ലിപ്പർ വിത്ത് എ ബാറ്ററി. ആൻഡ് ദ കോമ്പിനേഷണൽ ക്ലിപ്പർ. കോമ്പിനേഷൻ ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ ഈ ബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പറും ബയാസ്ഡ് നെഗറ്റീവ് ക്ലിപ്പറും കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കുന്നതാണ് കോമ്പിനേഷൻ ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ. സോ നമുക്ക് ജനറലി ക്ലിപ്പറിനെ നമുക്ക് 7 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഈസിയാണ് ക്ലാസിഫിക്കേഷൻ. സീരീസ് പോസിറ്റീവ് ക്ലിപ്പേഴ്സ്, ഷണ്ട് പോസിറ്റീവ് ക്ലിപ്പർ, സീരീസ് നെഗറ്റീവ് ക്ലിപ്പർ, ഷണ്ട് നെഗറ്റീവ് ക്ലിപ്പർ, ബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പർ, ബയാസ്ഡ് നെഗറ്റീവ് ക്ലിപ്പർ ആൻഡ് എ കോമ്പിനേഷൻ ക്ലിപ്പർ. ഈ 4 എണ്ണം ഇപ്പം ഞാൻ പറഞ്ഞത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ സർക്യൂട്ട് ഓൾമോസ്റ്റ് വരയ്ക്കാൻ പറ്റും. ഓക്കെ, സോ ഇതിൻ്റെ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കിപ്പോൾ കാണാം. ഓക്കെ, so first one is series positive clipper. Series positive clipper. So in a series positive clipper എന്താണ്, അതൊരു പോസിറ്റീവ് ക്ലിപ്പർ ആയിരിക്കും. അതായത് ആ വേവ് ഫോമിന്റെ മീൻസ് ഇൻപുട്ട് വേവ് ഫോമിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആയിരിക്കും ക്ലിപ്പ് ചെയ്ത് പോവുക. സോ അതൊരു പോസിറ്റീവ് ക്ലിപ്പറായി. ഇനി സീരീസ് പോസിറ്റീവ് ക്ലിപ്പർ ആവണമെങ്കിൽ ദ
the diode is connected series to the output. Diode ഔട്ട്പുട്ടിന് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് നമ്മളൊരു സീരീസ് പോസിറ്റീവ് ക്ലിപ്പറിന്റെ സർക്യൂട്ട് ഡയഗ്രാം. ഈ സർക്യൂട്ട് ഡയഗ്രത്തിലുള്ള ഡയോഡ് പ്ലേസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ നോക്കുക. കാത്തോഡ് ഈസ് കണക്റ്റഡ് ടു ഇൻപുട്ട് ആൻഡ് ആനോഡ് ഈസ് കണക്റ്റഡ് ടു ഔട്ട്പുട്ട്. കാത്തോഡ് ഇൻപുട്ടിലും ആനോഡ് ഔട്ട്പുട്ടിൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഡയഗ്രാം മാറിപ്പോരുത്, ഇതേപോലെ തന്നെ വരക്കണം. സോ ഇതാണ് ഒരു സീരീസ് പോസിറ്റീവ് ക്ലിപ്പറിന്റെ സർക്യൂട്ട് ഡയഗ്രാം. സോ ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഓക്കെ, സോ ആദ്യം എന്താ, നമുക്കൊരു ഇൻപുട്ട് സൈൻ വേവ് ഉണ്ട് അല്ലേ. സോ ഇൻപുട്ട് സൈൻ വേവ് ഉണ്ടാവുന്ന സമയത്ത് ഒരു ഇൻപുട്ട് സൈൻ വേവ് വരച്ചു. ഓക്കെ, സോ ഇൻപുട്ട് സൈൻ വേവ് വരച്ചു. അപ്പോൾ ആദ്യം നമുക്ക് എന്താ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണ്. അപ്പം നമുക്കറിയാം, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആനോഡിന്റെ പൊട്ടൻഷ്യൽ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ഗ്രൗണ്ടിലാണ്. ഇവിടെ നമ്മൾ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താ, ഈ ആനോഡിന്റെ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് വിൽ ബി ഈക്വൽ ടു 0. സോ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ എന്താ, ആദ്യം ഇവിടെ 0 വോൾട്ടേജ് വരും അല്ലേ. ഇവിടെ നിന്നല്ലേ നമ്മൾ തുടങ്ങുന്നത്, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. സോ ആദ്യം 0 വോൾട്ടേജ്, അത് കഴിഞ്ഞിട്ട് എന്താ, 0 കഴിഞ്ഞിട്ട് അത് 0.1 ആയി അല്ലേ, 0.1 വോൾട്ടേജ് വന്നു. അപ്പോൾ എന്താ, ആനോഡ് 0 ആണ്, കാത്തോഡ് 0.1 ആണ്. നമുക്കെന്താ, ആനോഡ് പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു കാത്തോഡ് ആണെങ്കിൽ ഫോർവേഡ് ബയാസ് ആവും. ഇവിടെ എന്താ, കാത്തോഡാണ് മോർ പോസിറ്റീവ്. കാത്തോഡ് മോർ പോസിറ്റീവ് ആകുമ്പോൾ എന്താ, ഡയോഡ് വിൽ ബി റിവേഴ്സ് ബയാസ് ആൻഡ് ഇറ്റ് വിൽ ബി ആക്ടിങ് ആസ് എൻ ഓപ്പൺ സർക്യൂട്ട്. ഓപ്പൺ സർക്യൂട്ട് ആകുമ്പോൾ എന്താ, ഔട്ട്പുട്ട് ഉണ്ടാവില്ലല്ലോ. ഓപ്പൺ സർക്യൂട്ട് ആകുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടാവില്ല. സോ എന്താ, പോസിറ്റീവ് ഹാഫ് സൈക്കിളിലുള്ള ബാക്കിയുള്ള എല്ലാം, കാരണം 0.1 0.2 0.3 അങ്ങനെ കൂടി എന്താ, അതിൻ്റെ പീക്ക് വാല്യൂ എത്തിയിട്ട് വീണ്ടും അത് കുറഞ്ഞു വന്നു. ഓക്കെ, വീണ്ടും 0 എത്തി. അപ്പോൾ ഇവിടെ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ കംപ്ലീറ്റ് സൈക്കിളിൽ, കാരണം ആ കംപ്ലീറ്റ് സൈക്കിളിൽ എന്താ, ഈ കാത്തോഡ് വിൽ ബി ഹാവിങ് more positive than anode. കാത്തോഡ് മോർ പോസിറ്റീവ് ദാൻ ആനോഡ് ആണ്. കാത്തോഡ് മോർ പോസിറ്റീവ് ദാൻ ആനോഡ് ആണെങ്കിൽ ദ ഡയോഡ് വിൽ ബി ആൾവേസ് റിവേഴ്സ് ബയാസ്. സോ പോസിറ്റീവ് ക്ലിപ്പറിന്റെ കേസിൽ ഡയോഡ് റിവേഴ്സ് ബയാസ് ആയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ആക്ടിങ് ആസ് എൻ ഓപ്പൺ സർക്യൂട്ട്. ഔട്ട്പുട്ട് നെക്രോസ് ഒന്നും നമുക്ക് കിട്ടില്ല. അപ്പം എന്താ, ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് നമുക്ക് ഔട്ട്പുട്ട് ഒന്നും കിട്ടില്ല. ഇത് എന്താ, ഞാൻ പറയുന്നത് എന്താ, ഐഡിയൽ കേസാണ്, പ്രാക്ടിക്കൽ കേസ് അല്ല. പ്രാക്ടിക്കൽ കേസിൽ നമ്മുടെ ഈ ഡയോഡിന് അക്രോസ് ഒരു വോൾട്ടേജ് ഉണ്ടാവും. സിലിക്കൺ ഡയോഡ് ആണെങ്കിൽ 0.7 വോൾട്ടേജും ഓക്കെ, ജർമാനിയൻ ഡയോഡ് ആണെങ്കിൽ 0.3 വോൾട്ടേജും വരും. അപ്പോൾ ഒരു പ്രാക്ടിക്കൽ കേസിൽ എന്താണ്, ഈ ഇനീഷ്യലി ഫുൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താ, ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല. ഇറ്റ് വിൽ ബി ആക്ടിങ് ആസ് എൻ ഓപ്പൺ സർക്യൂട്ട്. സോ അക്രോസ് ഔട്ട്പുട്ട് ഒന്നും കിട്ടില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. During the positive half cycle, diode become reverse bias and no output is generated across the resistor. ഈ റെസിസ്റ്ററിന് അക്രോസ് ഒരു ഔട്ട്പുട്ടും നമുക്ക് കിട്ടില്ല. During the negative half cycle എന്താ സംഭവിക്കുന്നത് നോക്കുക. ഓക്കെ, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ in negative half cycle what will be happening, നമുക്കറിയാം ഇവിടെ എന്താ, 0 വോൾട്ടേജ് ആണെന്നറിയാം അല്ലേ. ഇവിടെ 0 വോൾട്ടേജ് ആണ്, ആനോഡിൽ 0 വോൾട്ടേജ് ആണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടെ -0.1 ആവും അല്ലേ. ഇവിടെ 0 ആയി, പിന്നെ ഇവിടെ -0.1 ആയി. അപ്പോൾ -0.1 വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക, കാത്തോഡ് ഈസ് അല്ലെങ്കിൽ ആനോഡ് ഈസ് മോർ കാരണം 0 ആണോ -0.1 ആണോ വലുത്, 0 അല്ലേ വലുത്. സോ ആനോഡ് ഈസ് മോർ പോസിറ്റീവ് ദാൻ കാത്തോഡ്. ആനോഡ് മോർ പോസിറ്റീവ് ദാൻ കാത്തോഡ് ആവുന്ന സമയത്ത് എന്താ, ഡയോഡ് വിൽ ബി ഫോർവേഡ് ബയാസ് ആൻഡ് വിൽ ബി ആക്ടിങ് ആസ് എ ഷോർട്ട് സർക്യൂട്ട്. ഡയോഡ് ഫോർവേഡ് ബയാസും അതൊരു ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. ഡയോഡ് ആക്ട് ചെയ്യും. ഓക്കെ, ഡയോഡ് ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് എന്താ, എല്ലാ ഇൻപുട്ടിലുള്ള എല്ലാം ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടും. ഔട്ട്പുട്ടിൽ ആ ഫുൾ വേവ് ഫോം നമുക്ക് കിട്ടും.
ഓക്കെ, അതാണ് ഇവിടെ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. സോ ഡ്യൂറിങ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ദ ഡയോഡ് കണ്ടക്ട്സ് എൻറ്റയർലി ആൻഡ് ദ ഇൻപുട്ട് അപ്പിയേഴ്സ് ആസ് ഔട്ട്പുട്ട് അക്രോസ് ദ റെസിസ്റ്റർ. എല്ലാ ഇൻപുട്ടും ഔട്ട്പുട്ടിന് അക്രോസ്, ഈ റെസിസ്റ്ററിന് അക്രോസ് വരും. സോ ഔട്ട്പുട്ട് നമുക്ക് ആ ഫുൾ വേവ് ഫോം കിട്ടും. അതേ അവസരത്തിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് റിവേഴ്സ് ബയസ് ആയിരിക്കും. അപ്പം എന്താ, ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല. സോ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ കംപ്ലീറ്റ് എന്താ, ആ ഡയോഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി ക്ലിപ്ഡ് ഓഫ്. ഓക്കെ, സോ ഇതാണ് ഒരു സീരീസ് പോസിറ്റീവ് ക്ലിപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, സീരീസ് പോസിറ്റീവ് ക്ലിപ്പർ. നൗ സീരീസ് നെഗറ്റീവ് ക്ലിപ്പർ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സീരീസ് നെഗറ്റീവ് ക്ലിപ്പർ. ഇൻ എ സീരീസ് നെഗറ്റീവ് ക്ലിപ്പർ എ ഡയോഡ് ഇസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ ഔട്ട്പുട്ട്. അതുകൊണ്ടാണ്, അതായത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദ വേവ് ഫോം വിൽ ബി ക്ലിപ്ഡ് ഓഫ് ആൻഡ് ഓൾസോ ദ ഡയോഡ് ഇസ് കണക്റ്റഡ് ഇൻ സീരീസ്. ഔട്ട്പുട്ടിന് സീരീസ് ആയിട്ട് ഡയോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ സംഭവിക്കുന്നത്? ഇതാണ് നമ്മുടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അല്ലേ. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താ സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇവിടെ ഇപ്പം എന്താ, ഈ ഒരു പോയിന്റ് വിൽ ബി 0, കാത്തോഡിന്റെ പോയിന്റ് 0. ഇവിടെ ഡയോഡ് മാറിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ നമ്മൾ സീരീസ് പോസിറ്റീവ് ക്ലിപ്പറിൽ എന്താ, ഡയോഡ് കാത്തോഡ് കണക്റ്റഡ് ടു ഇൻപുട്ടും ആനോഡ് കണക്റ്റഡ് ടു ഔട്ട്പുട്ട് ആയിരുന്നു. ഇവിടെ എന്താ, ആനോഡ് കണക്റ്റഡ് ടു ഇൻപുട്ട് ആൻഡ് കാത്തോഡ് കണക്റ്റഡ് ടു ഔട്ട്പുട്ട് ആണ് ഇൻ കേസ് ഓഫ് നെഗറ്റീവ് ക്ലിപ്പർ. സോ ആ ഡിഫറൻസ് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, സോ ഇവിടെ എന്താ, ഈ കാത്തോഡ് വിൽ ബി 0. കാത്തോഡ് ഈ 0. ആനോഡ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇനീഷ്യലി ഇവിടെ 0 ആയിരിക്കും. 0 ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് ഒന്നും ഉണ്ടാവില്ല. ദെൻ അത് കഴിഞ്ഞിട്ട് 0.1 ആയി. 0.1 ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുക? 0.1 ആവുന്ന സമയത്ത് നമുക്കറിയാം ആനോഡാണ് കൂടുതൽ. ആനോഡ് ഈസ് മോർ പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു കാത്തോഡ് എന്ന് പറയാം അല്ലേ. അപ്പോൾ ആനോഡ് മോർ പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു കാത്തോഡ് ആകുമ്പോൾ ഡയോഡ് വിൽ ബി ഫോർവേഡ് ബയാസ്. ഡയോഡ് വിൽ ബി ഫോർവേഡ് ബയാസ് ആൻഡ് ഇറ്റ് വിൽ ബി ആക്ടിങ് ആസ് എ എന്താ, closed switch. It will be acting as a closed switch or a short circuit. അങ്ങനെ വരുമ്പോൾ എന്താ, ഇൻപുട്ടുകളിലെല്ലാം നമുക്ക് ഈ റെസിസ്റ്ററിന് അക്രോസ് വരും, ഔട്ട്പുട്ടിൽ കിട്ടും. സോ ആ ഫുൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്താവും, നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ കേസിൽ. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെ കേസിൽ എന്താ സംഭവിക്കുക? നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെ കേസിൽ എന്താ സംഭവിക്കുന്നത് അവിടെ? ഓക്കെ, നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെ കേസിൽ ഇവിടെ എന്താ, ഇവിടെ 0 ആയി. 0 ആയി കഴിഞ്ഞിട്ട് പിന്നെ അതിന് ശേഷം -0.1 ആയി. ഇവിടെ ഇപ്പം -0.1 ആയി. ഓക്കെ, -0.1 ആയി. ഓക്കെ, ഇപ്പം -0.1 ആവുന്ന സമയത്ത് നമുക്കറിയാം കാത്തോഡ് ഇവിടെ 0 ആണ്, ആനോഡ് -0.1. അപ്പോൾ ഇതിൽ ഏതാ വലുത്? 0 ആണ് വലുത്, -0.1 ആണ് വലുത്? 0 ആണ് വലുത്. സോ ഹിയർ ആനോഡ് ഈസ് മോർ നെഗറ്റീവ് വിത്ത് റെസ്പെക്ട് ടു കാത്തോഡ്, അല്ലെങ്കിൽ കാത്തോഡ് ഈസ് മോർ പോസിറ്റീവ് ദാൻ ആനോഡ്. കാത്തോഡ് മോർ പോസിറ്റീവ് ദാൻ ആനോഡ് ആവുന്ന സമയത്ത് ഡയോഡ് വിൽ ബി ആക്ടിങ് ആസ് റിവേഴ്സ് ബയാസ് ആൻഡ് ഇറ്റ് വിൽ ബി ലൈക്ക് എ ഓപ്പൺ സ്വിച്ച് പോലെ ഡയോഡ് ആക്ട് ചെയ്യും. ഈ ഡയോഡ് വിൽ ബി ആക്ടിങ് ആസ് എൻ ഓപ്പൺ സ്വിച്ച് അല്ലേ, ഓപ്പൺ സ്വിച്ച് പോലെ ആക്ട് ചെയ്യും. അപ്പോൾ എന്താ, ഓപ്പൺ സ്വിച്ച് പോലെ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻപുട്ടിന് അക്രോസ് ഉള്ള ഒന്നും നമ്മുടെ ഔട്ട്പുട്ട് റെസിസ്റ്ററിന് അക്രോസ് എത്തില്ല. സോ ആ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന ആ കംപ്ലീറ്റ് സൈക്കിളിൽ ഔട്ട്പുട്ട് വിൽ ബി ക്ലിപ്ഡ് ഓഫ്. സോ ദിസ് ഈസ് എ സീരീസ് നെഗറ്റീവ് ക്ലിപ്പർ. മനസ്സിലാവുന്നില്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതേപോലെ പഠിച്ചു പോവുക. ഓക്കെ, now next one is shunt positive clipper. Okay, ഈ shunt positive clipper എന്താ പറഞ്ഞാൽ, it will be positive clipper circuit and also the output taken across the diode connected parallel to the output. അതായത് ഈ ഷണ്ട് പോസിറ്റീവ് ക്ലിപ്പറിൽ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് പോസിറ്റീവ് ക്ലിപ്പറാണ്. പോസിറ്റീവ് ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ വേവ് ഫോമിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ് ക്ലിപ്പ് ചെയ്ത് പോവുക. ആൻഡ് ഓൾസോ ഷണ്ട് മീൻസ് because the output is taken parallel to the diode. ഡയോഡിന് പാരലൽ ആയിട്ട്. ഇപ്പോൾ ഈ ഡയോഡിന്റെ നൊട്ടേഷൻ നിങ്ങൾ നോക്കുക, ഇങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു കേസിൽ ഷണ്ടിന്റെ കേസിൽ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ നിങ്ങൾ ഓർത്തു വെക്കുക. അതായത് ഡയോഡ് ഫോർവേഡ് ബയാസ് ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് വിൽ ബി ഐദർ 0 വോൾട്ടേജ് ഓർ ബാറ്ററി വോൾട്ടേജ്. ബാറ്ററി വോൾട്ടേജിന്റെ കണ്ടീഷൻ ഇപ്പം നമുക്ക് വരുന്നില്ല, അത് ബയാസ് ക്ലിപ്പിങ്ങിൽ വരും. സോ അത് ഇപ്പോൾ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഇത് ഈ ഒരു കണ്ടീഷൻ എപ്പോഴും ഡയോഡ് ഫോർവേഡ് ബയാസ് ആവുന്ന സമയത്ത് എന്താ, ഔട്ട്പുട്ട് ഐദർ ഇറ്റ് വിൽ ബി 0 ഓർ ബാറ്ററി വോൾട്ടേജ്.
ഡയോഡ് റിവേഴ്സ് ബയസ് ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് എന്തായിരിക്കും? എപ്പോഴും ഇൻപുട്ട് എന്താണോ ഉള്ളത് അതായിരിക്കും ഔട്ട്പുട്ട്. ഡയോഡ് റിവേഴ്സ് ബയസ് ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞത് ഇൻപുട്ട് എന്താണോ അത് തന്നെയായിരിക്കും ഔട്ട്പുട്ട് ഉണ്ടാവുക. ബട്ട് ഡയോഡ് ഫോർവേഡ് ബയസ് ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഐദർ 0 വോൾട്ട് ഓർ ബാറ്ററി വോൾട്ടേജ് ആയിരിക്കും. ഐദർ 0 വോൾട്ട് ഓർ ബാറ്ററി വോൾട്ടേജ് ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ ഒരു ഷണ്ട് പോസിറ്റീവ് ക്ലിപ്പർ. സോ ഡയോഡിന്റെ നൊട്ടേഷനും കാര്യങ്ങളൊക്കെ നോക്കുക. ഡയോഡിന്റെ ഇതാണ് നമ്മുടെ ഡയോഡിന്റെ ആനോഡ് ആൻഡ് ഇതാണ് നമ്മുടെ ഡയോഡിന്റെ കാത്തോഡ്. ഓക്കെ, സോ ഈ ഒരു കേസിൽ ജസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. അപ്പോൾ ഇതെന്താ, ഈ കാത്തോഡ് ഇവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? കാരണം ഇവിടെയാണ് നമ്മൾ ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത്. കാത്തോഡ് വിൽ ബി 0 ഹിയർ. കാത്തോഡ് 0 വന്ന സമയത്ത് അപ്പോൾ എന്താ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഇനീഷ്യലി ഇവിടെ 0, അത് കഴിഞ്ഞിട്ട് 0.1 ഇവിടെ വന്നു അല്ലേ? 0.1 ഇവിടെ വന്നു കഴിഞ്ഞാൽ ആനോഡിൽ 0.1 വന്നു കഴിഞ്ഞാൽ ആനോഡ് മോർ പോസിറ്റീവ് ദാൻ കാത്തോഡ് അല്ലേ? 0.1 ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇപ്പോൾ ആനോഡ് മോർ പോസിറ്റീവ് ദാൻ കാത്തോഡ് ആണെങ്കിൽ ഡയോഡ് വിൽ ബി ഫോർവേഡ് ബയാസ്. ഡയോഡ് ഫോർവേഡ് ബയാസ് ആവുന്ന സമയത്ത് ഷണ്ടിന്റെ കേസിൽ പറഞ്ഞിട്ടുണ്ട്, ഡയോഡ് ഫോർവേഡ് ബയാസ് ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് വിൽ ബി 0 വോൾട്ടേജ് ഓർ ബാറ്ററി വോൾട്ടേജ്. ഔട്ട്പുട്ട് വിൽ ബി 0 എന്നായിരിക്കും ഡയോഡ് ഫോർവേഡ്. അപ്പോൾ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ കംപ്ലീറ്റ് ആയിട്ട് എന്തായിരിക്കും? ഡയോഡ് ഫോർവേഡ് ബയസ് ആയിരിക്കും. ഫോർവേഡ് ബയസ് എന്ന് പറഞ്ഞാൽ ഡയോഡ് വിൽ ബി ആക്ടിങ് ആസ് എ ഷോർട്ട് സർക്യൂട്ട്. ഷോർട്ട് സർക്യൂട്ട് ആവുന്ന സമയത്ത് ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? അത് എന്താ, അതിലൂടെ ഒഴുകുന്ന കറണ്ട് കംപ്ലീറ്റ് ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. ഔട്ട്പുട്ട് നെക്രോസ് നമുക്ക് ഒന്നും കിട്ടില്ല. ഔട്ട്പുട്ട് നെക്രോസ് ഒന്നും കിട്ടില്ല. സോ ഡയോഡ് ഇവിടെ ഫോർവേഡ് ബയസ് ആവുന്ന സമയത്ത് എന്താ, ഈ ഒരു സർക്യൂട്ട്, ഈ ഡയോഡ് വിൽ ബി ഷോർട്ട് സർക്യൂട്ടഡ്. ഡയോഡ് ഷോർട്ട് സർക്യൂട്ട് ആവുകയും ചെയ്യും. ഔട്ട്പുട്ട് നെക്രോസ് ഒരു വോൾട്ടേജും വരികയും ഇല്ല. ഓക്കെ, സോ ഇവിടെ എന്താ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്തായി? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് നമുക്ക് ഇവിടെ ക്ലിപ്പ് ചെയ്ത് പോയി. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ക്ലിപ്പ് ചെയ്ത് പോയി. കാരണം നമ്മുടെ ഡയോഡ് ഫോർവേഡ് ബയാസ് ആണ് ഇൻ ദ കേസ് ഓഫ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇൻ ദ കേസ് ഓഫ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താ, നമുക്കറിയാം ഇവിടെയുള്ള വോൾട്ടേജ് 0 ആണ്. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇവിടെ എന്താ, 0 കഴിഞ്ഞിട്ട് -0.1 ആയി. -0.1 ആയി. -0.1 ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഇവിടെ എന്താ, കാത്തോഡ് ആണ് മോർ പോസിറ്റീവ്. കാരണം 0 ഈസ് ഗ്രേറ്റർ ദാൻ -0.1. സോ കാത്തോഡ് ഈസ് മോർ പോസിറ്റീവ് ദാൻ ആനോഡ്. കാത്തോഡ് മോർ പോസിറ്റീവ് ദാൻ ആനോഡ് ആവുന്ന സമയത്ത് ഡയോഡ് വിൽ ബി റിവേഴ്സ് ബയാസ് ആൻഡ് ഇറ്റ് വിൽ ബി ആക്ടിങ് ആസ് ആൻ ഓപ്പൺ സർക്യൂട്ട്. ഡയോഡ് റിവേഴ്സ് ബയാസ് ആവും. it will be acting as an open circuit. so diode reverse bias ആവുന്ന സമയത്ത് എന്താ, നമ്മുടെ ഷണ്ട് കേസിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താ, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ട് ആയിരിക്കും. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ആയിരിക്കും. അപ്പോൾ ഇൻപുട്ട് എന്താണ് ഉള്ളത് അത് കംപ്ലീറ്റ് അക്രോസ് നമ്മൾ ഔട്ട്പുട്ടിൽ വരും. അതെന്താ കാരണം? ഇവിടെ എന്താ, ഡയോഡ് റിവേഴ്സ് ബയാസ് ആയി, ഡയോഡ് ഓപ്പൺ സർക്യൂട്ട് ആയി. ഡയോഡ് ഓപ്പൺ സർക്യൂട്ട് ആയി കഴിഞ്ഞാൽ എന്താ, കംപ്ലീറ്റ് ഇൻപുട്ട് നമുക്ക് ഔട്ട്പുട്ടിന് across വരും. കംപ്ലീറ്റ് ഇൻപുട്ട് നമുക്ക് ഇവിടെയുള്ള ഔട്ട്പുട്ടിന് across വരും. സോ എന്താ, in the case of reverse bias the diode will be, sorry, in the case of negative half cycle the diode will be reverse bias. diode reverse bias ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? the what all the input is there, it will be coming across the output. input എന്തൊക്കെയാണ് ഉള്ളത് ഇത് കംപ്ലീറ്റ് വരും. so here positive side of the positive half cycle of the input waveform is clipped off and the diode is placed parallel to the output voltage. so this is a shunt positive clipper. അതുകൊണ്ട് ഇതിനെ shunt positive clipper എന്ന് വിളിക്കുന്നു. so next one is നേരത്തെ പറഞ്ഞ അതിന്റെ സെയിം എക്സ്പ്ലനേഷൻ ആണ്. in positive half cycle the diode is forward bias. positive half cycle വരുന്ന സമയത്ത് ഡയോഡ് forward bias ആയിരിക്കും. forward bias എന്ന് പറഞ്ഞാൽ anode is more positive than cathode. anode more positive than cathode. അപ്പോൾ ആ ഒരു കേസിൽ നിങ്ങൾക്കറിയാം പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് ഫോർവേഡ് ബയസ് ആയി കഴിഞ്ഞാൽ എന്താ, ഇവിടെ നമ്മുടെ ഡയോഡ്, ഇവിടെയുള്ള ഡയോഡ് നിങ്ങൾക്ക് കാണാം ഇതൊരു ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. സോ എന്താ, അതിലുള്ള കറണ്ട് കംപ്ലീറ്റ് ഇങ്ങനെ ഒരു സർക്കുലർ പാത്തിൽ ഫ്ലോ ചെയ്യും. ഔട്ട്പുട്ട് നെക്രോസ് നമുക്ക് ഒന്നും ഇവിടെ കിട്ടില്ല. സോ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ഇവിടെ ക്ലിപ്പ് ചെയ്ത് പോകും. ഓക്കെ, so diode act as short circuit and act as a closed switch. so no output across output. okay, no, okay.
ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത്, ഇൻ ദ കേസ് ഓഫ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഡയോഡ് ഈസ് റിവേഴ്സ് ബയസ്. ഡയോഡ് റിവേഴ്സ് ബയസ് ആവുന്ന സമയത്ത് എന്താ, നമുക്ക് ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് കിട്ടും. ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് കിട്ടുന്ന സമയത്ത് എന്ത് സംഭവിക്കും, നമ്മൾ ഇൻപുട്ടിൽ വരുന്നത് കംപ്ലീറ്റ് അക്രോസ് ഔട്ട്പുട്ട് വരും. ഇൻപുട്ടിൽ വരുന്നത് കംപ്ലീറ്റ് ഔട്ട്പുട്ടിന് അക്രോസ് വരും. സോ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ക്ലിപ്പ് ചെയ്ത് പോയി, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്താണ് ഇൻപുട്ട് ഉള്ളത് അത് കംപ്ലീറ്റ് ഔട്ട്പുട്ടിലേക്ക് വരും. സോ ആൻഡ് പ്രാക്ടിക്കൽ കേസിൽ എന്താ, പ്രാക്ടിക്കൽ കേസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഡയോഡിന് അക്രോസ് ഒരു ഡ്രോപ്പ് വരും. അപ്പം പ്രാക്ടിക്കൽ കേസിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മറ്റേ പോസിറ്റീവ് ക്ലിപ്പിംഗ് കൂടാതെ നമുക്ക് എന്താ ഒരു 0.7 വോൾട്ടേജ് ഇവിടെ നമുക്ക് കിട്ടും. ഒരു 0.7 വോൾട്ടേജ് നമുക്ക് ഇവിടെ കിട്ടും. ഈ 0.7 വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഡയോഡിന്റെ ഡ്രോപ്പാണ്. ഡയോഡിന്റെ ഡ്രോപ്പാണ്. അതായത് നമ്മൾ ഇനീഷ്യലി എന്താണ് നേരത്തെ പറഞ്ഞു, എന്താ ഇവിടെ നമ്മൾ 0 എന്ന് പറഞ്ഞിട്ടല്ലേ എടുത്തത്. ആക്ച്വലി ഇവിടെ 0 ആയിരിക്കില്ല, ഇവിടെ ഒരു 0.7 ഡ്രോപ്പ് ഉണ്ടാവും. 0.7 ഡ്രോപ്പ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു 0.7 ഡ്രോപ്പ് കഴിഞ്ഞാൽ മാത്രമേ ഈ ഡയോഡ് എന്താവും, ഫോർവേഡ് ബയസ് ആവും. നമ്മൾ നേരത്തെ ഐഡിയൽ കേസിൽ പറഞ്ഞ എന്താ, ഡയോഡ് ഇനീഷ്യലി ഇവിടെ നമ്മൾ 0 വോൾട്ടേജ് തുടങ്ങുമ്പോൾ തന്നെ ഫോർവേഡ് ബയസ് ആണെന്നല്ലേ. പക്ഷേ ഇൻ പ്രാക്ടിക്കൽ കേസിൽ എന്താണ്, ഡയോഡിന് ഒരു 0.7 ഡ്രോപ്പ് ഉണ്ട്. അപ്പോൾ ഇനീഷ്യലി 0 ആവുന്ന സമയത്ത് ആവില്ല, ദെൻ 0.1 ആവുന്ന സമയത്തും നിങ്ങൾക്ക് കാണാം, 0.1 ആവുന്ന സമയത്തും നിങ്ങൾക്ക് കാണാം എന്താണ്, ഈ 0.7 ആണ് കാത്തോഡ് സൈഡിലുള്ള 0.7 ആണ് കൂടുതൽ. സോ ആനോഡ് ഈസ് നെഗറ്റീവ് വിത്ത് റെസ്പെക്ട് ടു കാത്തോഡ്. സോ ഡയോഡ് എന്താവും, റിവേഴ്സ് ബയസ് ആയിട്ട് തന്നെ നിൽക്കും. പിന്നെ 0.2, 0.3, 0.4, 0.5, 0.6, 0.7, 0.8 വരുന്ന സമയത്താണ് എന്താണ്, ഡയോഡ് ആനോഡ് പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു കാത്തോഡ്, ഡയോഡ് ഫോർവേഡ് ബയസ് ആയിട്ട് ഷോർട്ട് സർക്യൂട്ട് ആവുന്നത്. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പിന്നെയുള്ള ഇൻപുട്ടിൽ എന്താ കൊടുക്കുന്നത് അത് കംപ്ലീറ്റ് ക്ലിപ്പ് ചെയ്ത് പോകുള്ളൂ. സോ 0.7 വരെ അത് ക്ലിപ്പ് ചെയ്ത് പോവില്ല, ഔട്ട്പുട്ടിൽ തന്നെ വരും. 0.7ന് ശേഷം കംപ്ലീറ്റ് എന്തൊക്കെയാണ് ഇൻപുട്ടുകൾ അത് കംപ്ലീറ്റ് കട്ട് ചെയ്ത് പോകും. അതാണ് ഒരു പ്രാക്ടിക്കൽ കേസിലുള്ള കാര്യം. ഓക്കെ, സോ ഇത് ഒരു സിലിക്കൺ ഡയോഡാണ്. ജർമാനിയൻ ഡയോഡ് ആണെങ്കിൽ നമുക്ക് ആ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 0.3 വോൾട്ടേജ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് ഷണ്ട് നെഗറ്റീവ് ക്ലിപ്പർ. അപ്പോൾ നമ്മൾ ഷണ്ട് പോസിറ്റീവ് ക്ലിപ്പർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഷണ്ട് നെഗറ്റീവ് ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി എ നെഗറ്റീവ് ക്ലിപ്പർ, അതായത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദ ക്ലിപ്പർ വിൽ ബി ക്ലിപ്ഡ് ഓഫ് ആൻഡ് ദ ഔട്ട്പുട്ട് ഈസ് ടേക്കൺ അക്രോസ് ദ ഡയോഡ്. അപ്പോൾ ഈ ഡയോഡിന്റെ റെപ്രസെന്റേഷനിൽ ഈ ഫിഗറിൽ എങ്ങനെയാണ് ഡയോഡ് പ്ലേസ് ചെയ്തിരിക്കുന്നതും കൂടി നിങ്ങൾ നോക്കുക. ആനോഡ് താഴത്തെ ഭാഗത്തും കാത്തോഡ് മേളത്തെ ഭാഗത്താണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആനോഡ് താഴത്തെ ഭാഗത്തും കാത്തോഡ് മേളത്തെ ഭാഗത്താണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ കേസ് വീണ്ടും ആലോചിച്ച് വെക്കുക. ഇത് ആലോചിച്ചാൽ വളരെ സിമ്പിൾ ആണ് നമുക്ക് മറ്റേ വി ഫോം ഒക്കെ വരയ്ക്കാൻ. ഇൻ ദ കേസ് ഓഫ് ഷണ്ട് ക്ലിപ്പറിന്റെ കേസിൽ ഡയോഡ് ഫോർവേഡ് ബയസ് ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഐദർ ഇറ്റ് വിൽ ബി 0 വോൾട്ട് ഓർ ബാറ്ററി വോൾട്ടേജ്. ഇവിടെ നമ്മൾ ബാറ്ററി വോൾട്ടേജ് കൊടുക്കുന്നില്ല, ബയസ്ഡ് ക്ലിപ്പറിലെ ബാറ്ററി വോൾട്ടേജ് കൊടുക്കുന്നുള്ളൂ. ഡയോഡ് റിവേഴ്സ് ബയസ് ആവുന്ന സമയത്ത് എന്താ, ഔട്ട്പുട്ട് വിൽ ബി ഇൻപുട്ട്. ഔട്ട്പുട്ട് വിൽ ബി ഇൻപുട്ട്. റിവേഴ്സ് ബയസ് ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് വിൽ ബി ഇൻപുട്ട്. സോ നമുക്ക് കാണാം പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഇവിടെ എന്താ, ഇതാണ് നമ്മുടെ കാത്തോഡ്, ഇതാണ് നമ്മുടെ ആനോഡ്. സോ പോസിറ്റീവ് ഇവിടെ ആനോഡ് എന്താ 0 ആയിരിക്കും അല്ലേ, ആനോഡ് 0 ആയിരിക്കും. ഐഡിയൽ കേസാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആനോഡ് 0 ആയിരിക്കും. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താ, ഇവിടെ ഇനീഷ്യലി 0.0 ആദ്യം വന്നു, പിന്നെ അതിന് ശേഷം 0.1 വന്നു, 0.2 അങ്ങനെ കൂടി പോവുക. അപ്പോൾ 0.1 വന്ന സമയത്ത് എന്താ, നമുക്കറിയാം എന്താ, കാത്തോഡാണ് മോർ പോസിറ്റീവ്. കാത്തോഡ് മോർ പോസിറ്റീവ് തന്നെ ആനോഡ് ആണെങ്കിൽ ഡയോഡ് വിൽ ബി ആക്ടിങ് ആസ് എൻ ഓപ്പൺ സർക്യൂട്ട്. ഡയോഡ് വിൽ ബി ആക്ടിങ് ആസ് എൻ ഓപ്പൺ സർക്യൂട്ട്. നമുക്കറിയാം ഡയോഡ് ഓപ്പൺ സർക്യൂട്ട് ആയി കഴിഞ്ഞാൽ ഇൻ കേസ് ഓഫ് ഷണ്ടിൽ എന്തായിരിക്കും, ഇൻപുട്ട് എന്താണ് ഉള്ളത് അത് കംപ്ലീറ്റ് ഔട്ട്പുട്ടിന് അക്രോസ് വരും. ഇൻപുട്ട് എന്താ ഇതുപോലെ വരും, ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് വരും. അപ്പം നമ്മളെ ഇൻപുട്ടിൽ എന്താണുള്ളത് അത് കംപ്ലീറ്റ് നമുക്ക് ഈ ഔട്ട്പുട്ടിന് അക്രോസ് വരും. സോ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ട് അവിടെ വരും. ഓക്കെ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് നമുക്കറിയാം ഇതാണ് നമ്മുടെ കാത്തോഡ്, ഇതാണ് നമ്മുടെ ആനോഡ്. ആനോഡ് 0 ആണ്. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ -0.1 ആദ്യം വന്നു ഇവിടെ. ഓക്കെ, -0.1 വന്നു കഴിഞ്ഞാൽ എന്താ, നമുക്കറിയാം ഇവിടെ 0 ഗ്രേറ്റർ ദാൻ -0.1. ആനോഡ് ഈസ് മോർ പോസിറ്റീവ് ദാൻ കാത്തോഡ്. ആനോഡ് മോർ പോസിറ്റീവ് ദാൻ കാത്തോഡ് എന്ന് പറഞ്ഞാൽ ഡയോഡ് വിൽ ബി ഫോർവേഡ് ബയാസ് ആൻഡ് ഇറ്റ് വിൽ ബി ആക്ടിങ് ആസ് എ ഷോർട്ട് സർക്യൂട്ട്. ഡയോഡ് ഒരു ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. ഇതാ
ഡയോഡ് ഇവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും അല്ലേ. ആനോഡ് മോർ പോസിറ്റീവ് ദാൻ കാത്തോഡ് ആണ്. ഡയോഡ് വിൽ ബി ആക്ടിങ് ആസ് എ ഷോർട്ട് സർക്യൂട്ട്. സോ എന്ത് സംഭവിക്കും? വാട്ട് ഓൾ ദ ഇൻപുട്ട് കമ്മിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇൻപുട്ട് അത് കംപ്ലീറ്റ് നമുക്ക് ക്ലിപ്പ് ഓഫ് ആയിട്ട് വരും. നെഗറ്റീവ് ഹാഫ് സൈക്കിളിലെ കംപ്ലീറ്റ് ഇൻപുട്ട് ക്ലിപ്പ് ഓഫ് ആയിട്ട് വരും. എന്താ കാരണം? നമ്മുടെ ഇവിടെ ഡയോഡ് എന്തായി? ഷോർട്ട് സർക്യൂട്ടായി. സോ ഡയോഡ് ഷോർട്ട് സർക്യൂട്ട് ആവുന്ന സമയത്ത് എന്തൊക്കെയാണ് ഇൻപുട്ട് ഉള്ളത് അത് കംപ്ലീറ്റ് ഇവിടെ ഒരു സർക്കുലാർ പാത്തിൽ ഡിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഔട്ട്പുട്ടിന് അക്രോസ് നമുക്ക് ഒന്നും കിട്ടില്ല. സോ ഡയോഡ് ആക്ട് ആസ് എ ഷോർട്ട് സർക്യൂട്ട് ആൻഡ് ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. സോ നോ ഔട്ട്പുട്ട് അക്രോസ് ദ ഔട്ട്പുട്ട്. ആൻഡ് ഓൾസോ പ്രാക്ടിക്കൽ കേസിൽ ഞാൻ പറഞ്ഞു, പ്രാക്ടിക്കൽ കേസിൽ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രാക്ടിക്കൽ കേസിൽ എന്താ സംഭവിക്കുക? ഇൻ കേസ് ഓഫ് പ്രാക്ടിക്കൽ കേസിൽ ഞാൻ പറഞ്ഞു ഇവിടെയുള്ള ഒരു ഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -0.7 ആണ് അല്ലേ. -0.7, അതായത് ഇവിടെയുള്ള ആനോഡിലുള്ള ഇപ്പോഴുള്ള ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ -0.7 ആണ്. ഓക്കെ. ഇപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഒരു ഇഷ്യൂ ഇല്ല, കംപ്ലീറ്റ് വേവ് ഫോം കടത്തിവിടും. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താ? നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇനീഷ്യലി ഇവിടെ -0.1 ആണ്. -0.1 ആണ്. അപ്പോൾ -0.1 ആണോ -0.7 ആണോ വലുത്? -0.1 ആണ് വലുത് അല്ലേ. അപ്പോൾ -0.1 വലുതാകുന്ന സമയത്ത് എന്താ നമുക്ക് എന്ത് സംഭവിക്കും? കാത്തോഡ് മോർ പോസിറ്റീവ് ദാൻ ആനോഡാണ്. കാത്തോഡ് മോർ പോസിറ്റീവ് ദാൻ ആനോഡ് ആകുമ്പോൾ എന്താ? ഡയോഡ് റിവേഴ്സ് ബയസ് ആയിട്ടിരിക്കും. ഡയോഡ് റിവേഴ്സ് ബയസ് ആകുന്ന സമയത്ത് എന്താ? ആ ഇൻപുട്ട് നമുക്ക് ഔട്ട്പുട്ടിന് അക്രോസ് വരും അല്ലേ. പിന്നെ അതിനുശേഷം -0.2 ആയി, -0.3 ആയി, -0.4, 0.5, 0.6, -0.7 വരെയായി, -0.8 ആയി. -0.8 ആയപ്പോൾ എന്ത് സംഭവിച്ചു? കാത്തോഡ് മീൻസ് എന്താ? ആനോഡ് മോർ പോസിറ്റീവ് ദാൻ കാത്തോഡായി. -0.7ഉം -0.8ഉം. അപ്പം -0.7 ആണ് വലുത്. അതായത് ആനോഡ് മോർ പോസിറ്റീവ് ദാൻ കാത്തോഡായി. ആനോഡ് മോർ പോസിറ്റീവ് ദാൻ കാത്തോഡ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സർക്യൂട്ട് എന്താവും? ഇറ്റ് വിൽ ബി ഷോർട്ട് സർക്യൂട്ട്. ഡയോഡ് ഫോർവേഡ് ബയസ് ആയി, സർക്യൂട്ട് ഷോർട്ട് സർക്യൂട്ട് ആയി. ഷോർട്ട് സർക്യൂട്ട് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഷോർട്ട് സർക്യൂട്ട് ആയി കഴിഞ്ഞാൽ അതിന് അക്രോസ് ഉള്ള ഔട്ട്പുട്ട് പിന്നെ വരില്ല. ഷോർട്ട് സർക്യൂട്ട് ആയി കഴിഞ്ഞാൽ എന്താ? കംപ്ലീറ്റ് ഔട്ട്പുട്ട് ഇവിടെ സർക്കിൾ ചെയ്ത് കളിക്കും. ഓക്കെ. സോ പിന്നെ അതിന് ശേഷം ഔട്ട്പുട്ട് വരില്ല. സോ -0.7 വരെ, -0.7 വോൾട്ട് വരെ എന്താ നമുക്ക് ഔട്ട്പുട്ട് വരുന്നുണ്ട്. -0.7 വോൾട്ടേജിന് ശേഷം ഔട്ട്പുട്ട് വരില്ല. ഇൻ കേസ് ഓഫ് പ്രാക്ടിക്കൽ കേസ്, ഇഫ് യു ആർ യൂസിങ് എ സിലിക്കൺ ഡയോഡ്, ജർമ്മനിയൻ ഡയോഡ് ആണെങ്കിൽ ആ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ -0.3 ആണ്, 0.3 വോൾട്ടേജ് ആയിരിക്കും. പക്ഷെ നമ്മുടെ സിലിക്കൺ ഡയോഡിന്റെ കേസിൽ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ 0.7 വോൾട്ടേജ് ആണ്. സോ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പ്രാക്ടിക്കൽ കേസിൽ എങ്ങനെയാണ് ഇവിടെ വരുന്നത്? ഈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ -0.7 വോൾട്ടേജ് ആയിരിക്കും ഈ വോൾട്ടേജ്. ഓക്കെ. ഹോപ്പ് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്ന് എന്താ 4 ക്ലിപ്പർ പഠിച്ചിട്ടുണ്ട്. ഒന്ന് എന്താ? സീരീസ് പോസിറ്റീവ് ക്ലിപ്പർ, ദെൻ സീരീസ് നെഗറ്റീവ് ക്ലിപ്പർ, ഷണ്ട് പോസിറ്റീവ് ക്ലിപ്പർ, ഷണ്ട് നെഗറ്റീവ് ക്ലിപ്പർ. ഈ 4 എണ്ണം നമ്മളിപ്പോൾ പഠിച്ചു. ഓക്കെ. ഇനി അതിൻ്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെ വരക്കും എന്നുള്ള, ഒരു പോസിറ്റീവ് ക്ലിപ്പർ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെ വരക്കും എന്നുള്ള നോക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു വേവ് ഫോം ആണ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇൻപുട്ട് ഔട്ട്പുട്ട് നമ്മളുടെ ഒരു വേവ് ഫോം ആണ്. അപ്പോൾ നമ്മളിങ്ങനെ വരച്ചു. അപ്പോൾ നമുക്ക് 4 ക്വാഡ്രൻ്റ് ഉണ്ട്. ഫസ്റ്റ് ക്വാഡ്രൻ്റ് അവിടെ എന്താ? ഇൻപുട്ടും ഔട്ട്പുട്ടും രണ്ടും പോസിറ്റീവ് ആണ് അല്ലേ. എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഇൻപുട്ടും ഔട്ട്പുട്ടും പോസിറ്റീവ് ആണ്. ദെൻ സെക്കൻഡ് ക്വാഡ്രൻ്റ് ഉണ്ട്. സെക്കൻഡ് ക്വാഡ്രൻ്റിൽ എന്താ? ഇൻപുട്ട് നെഗറ്റീവ്, ഔട്ട്പുട്ട് പോസിറ്റീവ് ആണ്. ഓക്കെ. ദെൻ തേർഡ് ക്വാഡ്രൻ്റ് വരികയാണ്. തേർഡ് ക്വാഡ്രൻ്റിൽ എന്താ? ഇൻപുട്ടും നെഗറ്റീവ്, ഔട്ട്പുട്ടും നെഗറ്റീവ്. ദെൻ ഫോർത്ത് ക്വാഡ്രൻ്റ് വരികയാണ്. അവിടെ എന്താ? ഇൻപുട്ട് പോസിറ്റീവ്, ഔട്ട്പുട്ട് നെഗറ്റീവ്, ഇൻപുട്ട് പോസിറ്റീവ്, ഔട്ട്പുട്ട് നെഗറ്റീവ്. അങ്ങനെ 4 ക്വാഡ്രൻ്റ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻപുട്ട് വേവ്. അപ്പം പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ സംഭവിക്കുന്നത്? പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് എന്താ? ഇൻപുട്ട്, ഇതാണ് നമ്മുടെ ഇൻപുട്ട് വേവ് അല്ലേ. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് ഇൻപുട്ട് കിട്ടുന്നുണ്ട്. എന്താ? ഇൻപുട്ട് പോസിറ്റീവ് ആണ് അല്ലേ.
പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്ക് ഇൻപുട്ട് പോസിറ്റീവ് ആണ്, അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് എന്താ, ഔട്ട്പുട്ട് 0. അപ്പോൾ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താ, ഇങ്ങോട്ടേക്കാണ്, മീൻസ് എക്സ് ആക്സിസ് ആണ്. അപ്പോൾ ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുന്നു, ആ സമയത്ത് എന്താ ഔട്ട്പുട്ട് എന്താ, നമുക്ക് വൈ ആക്സിസ് ആണ്, ഔട്ട്പുട്ട് 0. അപ്പോൾ നമുക്ക് അത് ഇങ്ങനെ വരക്കാം അല്ലേ, ഇങ്ങനെ നമ്മൾ വരച്ചു. ഓക്കെ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ, ഇൻപുട്ട് നെഗറ്റീവ് ആണ് അല്ലേ, ഇൻപുട്ട് നെഗറ്റീവ് ആണ്, ഔട്ട്പുട്ട് എന്താ അതേപോലെ നെഗറ്റീവ് കിട്ടി, ഔട്ട്പുട്ട് അതേപോലെ നെഗറ്റീവ് കിട്ടി, അതേപോലെ നെഗറ്റീവ്, രണ്ടും നെഗറ്റീവ് ആണ്, രണ്ടും നെഗറ്റീവ് ഏത് ക്വാഡ്രന്റിലാണ്, തേർഡ് ക്വാഡ്രന്റിലാണ് വരുന്നത്. സോ ഇൻപുട്ട് എന്താണോ അതേ സ്ലോപ്പിൽ തന്നെ ഔട്ട്പുട്ടും വരും. അപ്പോൾ എന്താ, ഇവിടെ ഒരു -3 വോൾട്ടേജ് ആണെങ്കിൽ ഇവിടെയും നമുക്ക് -3 വോൾട്ടേജ്, ഇവിടെ -6 വോൾട്ടേജ് ആണ്, ഇവിടെയും നമുക്ക് -6 വോൾട്ടേജ്, ഇവിടെ -9 വോൾട്ടേജ് ആണെങ്കിൽ ഇവിടെയും നമുക്ക് -9 വോൾട്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് സെയിം വോൾട്ടേജ് ആയിട്ട് നമുക്ക് വരണം. ഓക്കെ, സോ ഇതാണ് ഒരു പോസിറ്റീവ് ക്ലിപ്പറിന്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി സിമിലർലി നമുക്കൊരു നെഗറ്റീവ് ക്ലിപ്പറിന്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് വരക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താ ഇൻപുട്ട് പോസിറ്റീവ്, ഔട്ട്പുട്ട് എന്താ അതേപോലെ പോസിറ്റീവ് ആയിട്ട് വരുന്നു അല്ലേ, രണ്ടും പോസിറ്റീവ് ആണ്, രണ്ടും പോസിറ്റീവ് ആണ്, ഏത് ക്വാഡ്രന്റാ, ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് രണ്ടും പോസിറ്റീവ് ആയിട്ട് വരുന്നത്. സോ ഇൻപുട്ട് എന്താ അതേപോലെ ഔട്ട്പുട്ട് വേണം. അപ്പോൾ എന്താ, നമ്മളിതിനെ ഇങ്ങനെ വരച്ചു, അതായത് 3 വോൾട്ടേജ് ഇൻപുട്ട് വരുമ്പോൾ 3 വോൾട്ടേജ് ഔട്ട്പുട്ട്, 6 വോൾട്ടേജ് ഇൻപുട്ട് വരുമ്പോൾ 6 വോൾട്ടേജ് ഔട്ട്പുട്ട്, 9 വോൾട്ടേജ് ഇൻപുട്ട് വരുമ്പോൾ 9 വോൾട്ടേജ് ഔട്ട്പുട്ട് അല്ലേ. ഓക്കെ, ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താ, ഇൻപുട്ട് എന്താ നെഗറ്റീവായി, ഇൻപുട്ട് നെഗറ്റീവായി. ഓക്കെ, ഔട്ട്പുട്ട് എന്താ, അന്നേരം നമുക്ക് 0 കിട്ടണം, ഔട്ട്പുട്ട് 0 കിട്ടണം അല്ലേ. അപ്പോൾ ഇൻപുട്ട് നെഗറ്റീവ് ആവാന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്കാണ്. ഓക്കെ, ഇൻപുട്ട് നെഗറ്റീവ് ആവുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് എന്താ 0, ഔട്ട്പുട്ട് 0 എന്ന് പറഞ്ഞാൽ ഈ ഔട്ട്പുട്ട് അക്രോസ് വൈ ആക്സിസ് ആണ്, അപ്പോൾ 0 എന്ന് പറഞ്ഞാൽ ഈ എക്സ് ആക്സിസിന് അലോങ് ആയിട്ട് പോകും. സോ അത് നമുക്ക് എങ്ങനെ വരക്കാൻ പറ്റും, ഇങ്ങനെ വരക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ബേസിക് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഡയഗ്രമാണ് നമ്മളിപ്പം വരച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഗ്രാഫാണ് നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വേവ് ഫോമിൻ്റെ ലെവൽസ് മാറുന്നതിനനുസരിച്ചിട്ട് എന്താ, നമുക്ക് അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് വേവ് ഫോം നമുക്ക് കിട്ടും. സോ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. സോ ഇന്നത്തെ ക്ലാസ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ദെൻ താങ്ക് യു.